ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ പുതിയ ഒരു വീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 20 ഡേയ്സ് ഓഫ് മാജിക് ബുക്ക് റീഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. റീഡിങ് മാത്രമല്ല, അതിൻ്റെ പ്രാക്ടീസസും നിങ്ങൾ ഒരുമിച്ച് ചെയ്ത് റിസൾട്ട് കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചിലവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ടാണ്, പോസിറ്റീവായി തോന്നുന്നു എന്നൊക്കെ. അവർക്ക് എല്ലാവർക്കും നന്ദി. ഈ പ്രാക്ടീസ് ഡെയിലി ഫോളോ ചെയ്യുന്നവർക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയത്തിൽ നിന്ന് നന്ദി. ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതിന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഡേ 21. നമ്മുടെ മനുഷ്യ മനസ്സ് ഭയങ്കര ട്രിക്കിയാണ് അല്ലേ. നമ്മൾ പെട്ടെന്ന് ആദ്യം എന്ത് നമ്മുടെ മനസ്സിൽ ചിന്ത വരിക നെഗറ്റീവായിരിക്കും. അങ്ങനെ നമ്മുടെ മൈൻഡ് കണ്ടീഷനായിപ്പോയി. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 28 ദിവസം ഈ ഒരു മാസത്തോളം ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ജീവിതകാലം മുഴുവൻ നമ്മുടെ നെഗറ്റിവിറ്റിയിലും നെഗറ്റീവ് ചിന്തകളിലും ഒരു ലൂപ്പ് പോലെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ഓരോ പ്രാക്ടീസസും ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് മാഗ്നറ്റായി തീരുകയാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ ആക്ച്വലി മാഗ്നറ്റിക്കാണ്. നമ്മൾ എന്തിനെയാണ് കുറിച്ച് കുറേ ആലോചിച്ച് കൂട്ടുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും വരും. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ പിന്നീട്. അപ്പോൾ അത് നമ്മുടെ ചിന്തകളുടെ തീവ്രത അനുസരിച്ചിരിക്കും, നമ്മുടെ ഫീലിങ്സ്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പോസിറ്റീവ് ചിന്തിക്കുന്നതാണോ നെഗറ്റീവ് ചിന്തിക്കുന്നതാണോ നമുക്ക് നല്ലത്? നമുക്ക് നല്ലൊരു ഔട്ട്കം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുക അല്ലേ. നമ്മുടെ ചിന്തകളൊക്കെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, അത് മാഗ്നറ്റിക് ആവുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ചിന്തിച്ചുകൂടാ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മേജർ മെഡിക്കൽ ടെസ്റ്റിന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഫുൾ ബോഡി റിപ്പോർട്ട്. പലരും ഭയങ്കര പേടിയോടെ നെഗറ്റീവ്, BP എന്തായിരിക്കുമോ, ഷുഗർ എന്തായിരിക്കുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണാവോ, മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോലും ഉള്ളവരുണ്ട് അല്ലേ. ഡോക്ടർ എന്ത് പറയുവാണാവോ, ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ജസ്റ്റ് ഒരു സ്വിച്ച് മാറ്റുക നമ്മൾ. എൻ്റെ ആരോഗ്യം പരിപൂർണമായിട്ടും ഓക്കെയാണ്, എല്ലാ റിപ്പോർട്ട്സും നന്നായിരിക്കും, എനിക്ക് ഉറപ്പാണ്, ഡോക്ടറും നല്ല ഫീഡ്ബാക്ക് തരുള്ളൂ, നല്ല റിപ്പോർട്ട്സൊക്കെ പക്കയാണ്, ഷുഗർ ഓക്കെയാണ് എന്നൊക്കെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ ആയിരിക്കണം എങ്കിലും ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച്, അപ്പോൾ എന്താ, നമ്മുടെ നെർവസ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആവും. അപ്പോൾ അവിടെ പെട്ടെന്ന് BP ഒന്നും കൂടില്ല. നമ്മുടെ മെഡിക്കൽ ചെക്കപ്പും ടെസ്റ്റും ഒക്കെ നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ ആയിരിക്കും. കാരണം നമ്മളൊരു പോസിറ്റീവ് ഔട്ട്കം പ്രതീക്ഷിച്ചിട്ട് റിലാക്സ് ആയിട്ടാണ് പോകുന്നത്. കാരണം ആ സമയത്തെ ടെൻഷൻ കാരണം ചിലവർ BP വളരെയായിട്ട് കൂട്ടും അല്ലേ, ഹാർട്ട് ബീറ്റ് കൂട്ടും. അപ്പോൾ അവിടെ ECG റിപ്പോർട്ടൊക്കെ ഭയങ്കര വേരിയേഷൻസും ഫ്ലക്ച്വേഷൻസും ഒക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ചിന്തിച്ചുകൂടാ? ഇന്ന് തൊട്ട് നിങ്ങളുടെ എല്ലാത്തിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പരീക്ഷ സമയമൊക്കെ വരാൻ പോവാണ്, 10th ബോർഡ് എക്സാമും എല്ലാം. അപ്പോൾ അതിന് മാതാപിതാക്കൾ വെറുതെ ആവലാതി അടിക്കാതെ, കുട്ടികൾ നന്നായി പഠിച്ചിട്ടുണ്ട്, അതിന് ഏറ്റവും നല്ല റിസൾട്ട് തന്നെ കിട്ടും എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല അവൻ്റെ ഫ്യൂച്ചർ എന്താവും, എങ്ങനെ ഫുൾ ടൈം മൊബൈലിൽ കുത്തിയിരിക്കുകയാണോ, TV കണ്ടു. നമ്മളിങ്ങനെ എക്സാം എല്ലാം നന്നായി എഴുതാൻ പറ്റുന്നുണ്ട്, എല്ലാം ഈസി ആയിട്ട് നല്ല ഓർമ്മശക്തിയോടുകൂടി നല്ല കാമായിട്ടുള്ള മൈൻഡും കൂടെ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഇങ്ങനെ വീണ്ടും 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 പറയുമ്പോൾ ആ വൈബ്രേഷൻ കുട്ടികളിലും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാവും. അവർക്ക് ബെറ്റർ ഫോക്കസ് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അവർ പിന്നെ മൊബൈലിലെ അഡിക്ഷനൊക്കെ പതിയെ പതിയെ കുറയും. അവർ പഠിത്തത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റും ഫോക്കസും കാണിക്കാൻ തുടങ്ങും. അപ്പോൾ പരീക്ഷ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫേവറബിൾ ആയിട്ട് വരും. അപ്പോൾ നെഗറ്റീവ് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും പോസിറ്റിവിറ്റിയിലേക്ക് മാറുക. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു, അല്ലെങ്കിൽ രാവിലെ ഓഫീസിൽ കയറിയതും പറയുന്നു മാനേജർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? സത്യം പറയൂ, അയ്യോ എന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഇനി എന്ത് പുതിയ പാരയാണാവോ തരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് പുതിയ ട്രബിളാണോ വരാൻ പോകുന്നത്? അങ്ങനെ ഒരു നെഗറ്റീവ് ഫേസിലായിരിക്കും 90% ആൾക്കാരുടെയും മനസ്സ് പോകുന്നുണ്ടാവുക അല്ലേ. എന്തുകൊണ്ട് നമുക്കത് ചിന്തിച്ചുകൂടാ? മേ ബി മാനേജർ എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഡിസ്കഷന് വിളിച്ചതായിരിക്കും, ഇപ്പോൾ പുതിയ പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വിളിച്ചതായിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും, ഞാൻ ഇൻക്ലൂസീവ്. ഓക്കെ, ഞാൻ കുറേയൊക്കെ ഇപ്പോൾ ഇതിൽ വായിച്ചിട്ടും കോച്ചിങ്ങൊക്കെ ചെയ്തിട്ടും എനിക്ക് തോന്നുന്നു 50% മാറി പോസിറ്റീവ് ഔട്ട്കം മാക്സിമം ആയിട്ട് ആലോചിക്കാൻ നോക്കുന്നു. അപ്പോൾ ഈ 21st ചാപ്റ്റർ
എൻ്റെ പേര് മാഗ്നിഫിസൻ്റ് ഔട്ട്കം. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും അതിന് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം. മോൻ ചെറുതായിരിക്കുമ്പോൾ ഭയങ്കര നോട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ മിക്ക പ്രാവശ്യം സ്കൂളിൽ നിന്ന് കോള് വരാറുണ്ട്, എന്തെങ്കിലും ഒപ്പിച്ചു അപ്പോൾ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം കോള് വരുമ്പോഴും എൻ്റെ ഹൃദയം ഭയങ്കര ടെൻഷനാണ്, ഇനി എന്താണോ. അപ്പോൾ പക്ഷേ ഒരു ഹൈസ്കൂളൊക്കെ എത്തിയപ്പോഴേക്കും പുള്ളി ഇത്തിരി മെലോ ഡൗൺ ചെയ്തു. ഇപ്പോൾ സ്കൂൾ ക്യാപ്റ്റൻ വരെയാണ്. അപ്പോൾ ഈ സ്കൂൾ ക്യാപ്റ്റനെ കണ്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം അവരുടെ HOS ഹെഡ് ഓഫ് സ്കൂൾസ് പ്രിൻസിപ്പളും വിളിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ മാം വാട്ട് ഹാപ്പൻ ഉള്ള ചോദ്യത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി എൻ്റെ മൈൻഡ് കണ്ടീഷൻഡാണ്, കംപ്ലയിൻറ്റ് കേൾക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ വിളിക്കുള്ളൂ. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു നോ മാം ഡോണ്ട് വറി, ദിസ് ഇസ് നോട്ട് ഫോർ എനി കംപ്ലെയിൻ. നമ്മൾ മോൻ്റെ അടുത്ത് സ്കൂൾ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കണ്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുകയും ഹീ ഈസ് എ വെരി ഗുഡ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്. അപ്പോൾ മോന് സ്പോർട്സ് ക്യാപ്റ്റൻ ആവണം എന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഹൗസ് ക്യാപ്റ്റൻ ആവണമെന്നതിന് പകരം സ്കൂൾ അതിന് ഇലക്ഷൻസിന് അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി എത്രയും കണ്ടീഷൻഡാണ്, എനിക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുള്ളൂ മോനെ കുറിച്ചിട്ട് എന്നുള്ളത്. അപ്പോൾ അവനിപ്പോൾ സ്കൂൾ ക്യാപ്റ്റനൊക്കെ ആയപ്പോൾ എനിക്കും ഭയങ്കര സമാധാനമാണ്, അവനും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സ്കൂൾ ലൈഫ്. അപ്പോൾ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുക, പോസിറ്റീവ് ഔട്ട്കംസ് ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ മൈൻഡ് ഇത്രയും കണ്ടീഷൻഡാണ്, എപ്പോഴും നെഗറ്റീവ് ഔട്ട്കം ആയിരിക്കുള്ളൂ. ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ട്രാഫിക് ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. വേറെ ഇന്ന് ചിലപ്പോൾ എനിക്ക് റോഡൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് ഈസി ആയിട്ട് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ബസ് വേഗം ടൈമിൽ കിട്ടും, ട്രെയിന് വേഗം ടൈമിൽ കിട്ടും എന്നൊക്കെ നമുക്ക് ആലോചിച്ചൂടെ. അപ്പോൾ അതിന് നമ്മൾ പരിശ്രമിക്കുക, അങ്ങനെ ഒരു കണ്ടീഷൻ്റെ മൈൻഡ്. കാരണം കുറേയൊക്കെ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളെ മോൾഡ് ചെയ്തതാണ് ഈ നെഗറ്റീവ് കണ്ടീഷനിലേക്ക്. അപ്പോൾ നമ്മളായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഈ ബുക്കിൽ പറയുന്നത് യൂസ് എ ഗ്രേസ് ബിഫോർ മീൽസ്. എനിക്ക് തോന്നുന്നു അധികവും ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗ്രേസ് പറയും, അതായത് പോസിറ്റീവ് അതിനെക്കുറിച്ച് സംസാരിക്കും. ഓൾ റൈറ്റ്, ബട്ട് ഐ സേ ഗ്രേസ് ബിഫോർ ദ കോൺസെർട്ട് ആൻഡ് ദ ഒപ്പേറ ആൻഡ് ദ ഗ്രേസ് ബിഫോർ ദ പ്ലേ അറ്റ് എ pantomime and grace before I open a book and grace before sketching, painting, swimming, fencing, boxing, walking, playing, dancing and grace before I dip the pen in the ink. അപ്പോൾ ഒരു റൈറ്ററാണ് ചെസ്റ്റർട്ടൺ പറയുകയാണ്, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഗ്രേസ് പറയും. പക്ഷെ ഓരോ ആക്ടിവിറ്റിയിലും നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ പോസിറ്റീവ് ഔട്ട്കം, അതായത് ഗ്രേസ് പറയുകയാണെങ്കിൽ, സ്പോർട്സ് കളിക്കുകയാണെങ്കിലും പുള്ളി റൈറ്ററാണ്. അപ്പോൾ എന്തെങ്കിലും ബുക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്ലേ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിന് ഏറ്റവും നല്ല അപ്രീസിയേഷൻ ആയിരിക്കുന്ന മനസ്സിൽ വിചാരിക്കുകയാണ് റൈറ്റർ. അതേപോലെ നമ്മുടെ രാവിലത്തെ തോട്ട്, ഇന്ന് എൻ്റെ ദിവസം ഭയങ്കര സ്മൂത്തായിട്ട് ഉഗ്രനായിട്ട് പോകുന്ന ഒരു മാഗ്നിഫിസൻ്റ് ഔട്ട്കം നമ്മുടെ മനസ്സിൽ പറയുക. അതേപോലെ ആയിരിക്കും അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ്. അറ്റ്ലീസ്റ്റ് 10 5 കറക്റ്റായിട്ട് പോകും. ഓക്കെ, ദിവസം മുഴുവൻ കൊള്ളാവാനേ. കാരണം നമ്മളൊരു പോസിറ്റീവ് വൈബ്രേഷനിലാണ് മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പോസിറ്റീവ് കാര്യങ്ങളെ നമ്മുടെ സംഭവിക്കുള്ളൂ. ഓക്കെ, നമ്മുടെ മീറ്റിംഗ്, എന്തെങ്കിലും നമുക്ക് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് ക്ലയൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പോകണം, അതിനൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്കം കൊടുക്കുക. കൂടെ നമുക്ക് ആ മാജിക് ഡസ്റ്റും കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. അതായത് താങ്ക് യു പറയുക നമ്മുടെ ക്ലയൻസിനും നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനും എല്ലാവർക്കും. ഇന്നത്തെ മീറ്റിംഗ് സ്മൂത്തായിട്ട് പോകുന്നു, മാഗ്നിഫിസൻ്റ് ഔട്ട്കമാണ്, സെയിൽസ് ഡിസ്കഷൻ സ്മൂത്തായി പോകുന്നു, ക്ലയൻറ്റ് ഡീല് ഫിക്സ് ചെയ്തു എന്നൊക്കെ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് ഉറച്ച വിശ്വാസത്തോടു കൂടെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് ഇതിൻ്റെ ബാക്കിൽ എല്ലാം കളിക്കുന്ന ഒരു സംഗതി. ഓക്കെ, അപ്പോൾ വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടി അല്ലാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ മേജർ ആക്ടിവിറ്റിയാണ് ലിസ്റ്റ് യുവർ 3 things and write each one as though you are writing after it has happened. Thank you for the magnificent outcome too. Okay, അപ്പോൾ അതിലൊരു മാഗ്നിഫിസൻ്റ് ഔട്ട്കം വന്നതായിട്ട് താങ്ക് യു ചെയ്തിട്ട് നിങ്ങൾ 3 കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ എഴുതുക. As you go through your day, choose 3 unexpected events that come up in your day where you can be grateful for a magnificent outcome. Each time close your eyes and mentally say and feel, thank you for the magnificent outcome too. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓഫീസ് എത്തിക്കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് മാനേജറിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ കോള് വരികയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ എന്താണാവോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആ മൈൻഡ് സെറ്റിൽ നിന്നും
ക്ലയൻറ്റ് ഡിസ്കഷൻ സ്മൂത്ത് ആയിരിക്കും, മാനേജറിൻ്റെ ഡിസ്കഷൻ സ്മൂത്ത് ആയിരിക്കും, ആ ഡീല് ഫിക്സ് ആയി ഒരു മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ ഹാഫ് സെക്കൻഡ് എടുത്ത് അത് പറയുക, ഹാഫ് എ മിനിറ്റ് എടുത്ത് അത് പറയുക, അത് എഴുതുക പറ്റുവാണെങ്കിൽ. അപ്പോൾ അതാണ് മാഗ്നിഫിസൻറ്റ് ഔട്ട്കം ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ആക്ടിവിറ്റി ആയിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഓഫീസിലിരിക്കുമ്പോൾ കോൾ വരികയാണ്, ആർക്കും സുഖമില്ല, നമ്മുടെ ഫാമിലി റിലേറ്റീവ് സുഖമില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ പേടിച്ച് വെപ്രാളപ്പെടുന്നതിന് പകരം എല്ലാം സ്മൂത്തായിരിക്കും, എല്ലാ ടെസ്റ്റും ക്ലിയർ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ പറയുക. അതുതന്നെയായിരിക്കും ഔട്ട്കം ആയിട്ട് വരുന്നുണ്ടാവുക 80% ഓഫ് ദ ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഔട്ട്കം നിങ്ങളുടെ ഫിക്സ് ചെയ്യാം. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് മാഗ്നിഫിസൻറ്റ് ഔട്ട്കം. ഓതർ പറയുന്നത് പോലെ നിങ്ങളൊരു 3 കാര്യങ്ങൾ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് മാഗ്നിഫിസൻറ്റ് ഔട്ട്കം കൊടുക്കുക. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ്. അവരുടെ പഠിത്തത്തിന് അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അയ്യോ ഇന്ന് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സിലേക്ക് പോവാതെ എനിക്ക് എല്ലാ ആൻസേഴ്സും കോൺഫിഡൻ്റ്ലി അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ലൊരു ഡിസ്കഷനായിരുന്നു, HR ആയിട്ട് നന്നായി ഡിസ്കസ് ചെയ്ത് എനിക്ക് ഈ ജോലി കിട്ടിയതിന് നന്ദി എന്ന് നിങ്ങളുടെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ചെയ്യുക. വളരെ എഫക്റ്റീവായ ടെക്നിക്കാണ്. പ്ലീസ് ഫോളോ ദിസ്. ആൻഡ് ഇതിൻ്റെ എക്സ്പീരിയൻസ് കമൻറ്റിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കും കൂടെ അത് പ്രചോദനമാണ്. നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു. ഹാവ് എ മാഗ്നിഫിസൻറ്റ് വീക്ക്. ബൈ.